Hi everyone, welcome to the new tutorial. അപ്പോൾ ആദ്യമേ തന്നെ സ്ട്രേറ്റ് ലൈൻസ് എന്നുള്ള ചാപ്റ്ററാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്യൂട്ടോറിയൽ കാണാത്തവർ തീർച്ചയായിട്ടും ഫസ്റ്റ് ട്യൂട്ടോറിയൽ കാണണം. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ സെഷൻ വരുന്നത്. അപ്പം അതിൽ 3 ക്വസ്റ്റ്യൻസ് ഞാൻ സോൾവ് ചെയ്തിരുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ 4 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ള ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ട്യൂട്ടോറിയൽ കാണണം. ഓക്കെ, the question is the straight lines 3x minus 12y plus 9 equal to 0 and x minus 4y plus 7 equal to 0 are tangents to a given circle and the radius of circle is. This is the question. We need to find the radius of the circle. Some conditions are given and the options are given. There are 5 options. Okay. അപ്പോൾ ഇത് ഞാൻ വെറുമൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് പോവുകയല്ല ചെയ്യുന്നത്. ഓരോ ഡിഫറെൻറ്റ് കേസസും, അതായത് ഡിഫറെൻറ്റ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കൂടെ ഞങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിന് ഈ കോൺസെപ്റ്റുകളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം വളരെ കെയർഫുള്ളായിട്ട് ഇരിക്കുക. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് പിന്നെ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നത് മലയാളത്തിൽ പ്രസൻറ്റ് ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ മലയാളത്തിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 2 സ്ട്രേറ്റ് ലൈൻസ് ഉണ്ട്. അത് ഒരു സർക്കിളിന് ടാൻജന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. 2 സ്ട്രേറ്റ് ലൈൻസ് ഒരു സർക്കിളിന് ടാൻജന്റ് ആണെന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ നമുക്ക് ഡിഫറെൻറ്റ് കേസസ് ഞാനിവിടെ കാണിച്ചു തരാം. ഫസ്റ്റ് കേസ്, അപ്പോൾ ഏതൊരു സർക്കിളിനും 2 ടാൻജൻസ് അറ്റ് എ ടൈം, ടാൻജന്റ് 2 ലൈൻസ് ടാൻജന്റ് ആവാനുള്ള 3 കേസസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏത് 2 ടാൻജന്റ് എടുത്താലും അറ്റ് എ ടൈമിൽ ഒരു സർക്കിളിന് ഈ 3 കേസിലാണ് ടാൻജന്റ് ആവുന്നത്. ഓക്കെ, ഫസ്റ്റ് കേസിൽ നമുക്കറിയാം ടാൻജൻസ് ആർ പെർപെൻഡിക്കുലർ, ദാറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻസ് 90 ഡിഗ്രി ആണ്. സെക്കൻഡ് കേസിൽ തീറ്റ ഈക്വൽ ടു 0, അതായത് ആംഗിൾ ബിറ്റ്വീൻ 2 ടാൻജൻസ് ഈക്വൽ ടു 0 മീൻസ് ടാൻജൻസ് ആർ പാരലൽ. തേർഡ് കേസിൽ ആംഗിൾ നോട്ട് ഈക്വൽ ടു 0, ഒരു ലെസ് ദാൻ 90 ഉള്ള ഒരു വാല്യൂ ഉണ്ട്. ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻസ്. ഈ 3 കേസാണ് ഏതൊരു 2 ടാൻജൻസും സർക്കിളിന് അറ്റ് എ ടൈമിൽ ടാൻജന്റ് ആവാനുള്ള 3 കേസുകളാണ് വരിക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഏതെങ്കിലും ഒരു കേസ് ആയിരിക്കും വരിക. അപ്പം ഇതിൽ നമുക്ക് ലൈൻസിന്റെ ഇക്വേഷൻ ഇവിടെ എഴുതാം. ഫസ്റ്റ് ലൈന് 3x minus 12y plus 9 equal to 0 and second tangent x minus 4y plus 7 equal to 0. ഇതാണ് ടാൻജൻസിന്റെ ഇക്വേഷൻ. ഇതൊരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. അപ്പം ഇതിൽ ഏത് കേസാണെന്ന് നമ്മൾ പരിശോധിക്കണം. ഓക്കെ,
അപ്പോൾ എന്തിനാണ് ഈ ക്വസ്റ്റ്യനെ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, വേറെ ഒരുപാട് ക്വസ്റ്റ്യൻസിന് ഈ 3 കേസസും വരാം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓക്കെ, ഈ ടാൻജൻസുകൾ പെർപെൻഡിക്കുലറോ പാരലലോ അല്ലെങ്കിൽ ഇത് രണ്ടുമല്ലാത്ത നോൺ പാരലോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിനെ ഫസ്റ്റ് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. അതായത് സ്ട്രെയിറ്റ് ലൈൻസിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം y is equal to mx plus c, അതായത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. First we need to convert these equations into standard equation y is equal to in the form y is equal to mx plus c. y is equal to mx plus c എന്ന ഫോമിലേക്ക് ഈ രണ്ട് ഇക്വേഷൻസിനെ കൺവേർട്ട് ചെയ്താൽ ഈ സ്ലോപ്പ് നോക്കിയിട്ട് നമുക്ക് ഈ ടാൻജൻസ് പെർപെൻഡിക്കുലർ ആണോ പാരലൽ ആണോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, രണ്ട് ടാൻജൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് എപ്പോഴും -1 ആയിരിക്കും. സ്ലോപ്സിന്റെ പ്രോഡക്റ്റ് -1 ആയിരിക്കും. രണ്ട് ടാൻജൻസ് പാരലൽ ആണെങ്കിൽ അവരുടെ സ്ലോപ്പ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി നോൺ പാരലൽ ടാൻജൻസ് ആണെങ്കിൽ ഇവിടെ നോൺ പാരലൽ ആണ്, അതായത് they maintain some angle between them. അങ്ങനത്തെ കേസിൽ സ്ലോപ്പ് ഈക്വൽ അല്ല, സ്ലോപ്പ് ഡിഫറെന്റ് ആയിരിക്കും. പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്സ് നമുക്ക് -1 കിട്ടും. ആ കേസാണ് മൂന്നാമത്തെ കേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഇക്വേഷൻ can be converted into ഈ y ഉള്ള ടേംസ് മാത്രം LHS ൽ കീപ്പ് ചെയ്യാം, ബാക്കിയൊക്കെ RHS ലേക്ക് കീപ്പ് ചെയ്യാം. ബിക്കോസ് നമുക്ക് ഈ ഫോമിലാണ് വേണ്ടത്. അപ്പം -12y is equal to -3x -9. This we can multiply with the minus on both sides. Okay, then 12y equal to 3y plus 9. Okay, then y equal to 3 by 12x plus 9 by 12. Okay, this can be further simplified into 1 by 4x plus 3 by 4. Okay, അപ്പം ഈ ഇക്വേഷൻസും നോക്കിയാൽ ഇത് y is equal to mx plus c എന്ന സ്റ്റാൻഡേർഡ് ഫോമിലാണ്. ഓക്കെ, എമ്മിന് എന്താണ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഈസ് ഈക്വൽ ടു m is equal to 1 by 4 and c is equal to 3 by 4. അപ്പം നമുക്ക് ഒരു ടാൻജൻസിന്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ, അതായത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിൽ നിന്ന് നമുക്ക് സ്ലോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ സെയിം മെത്തേഡ് നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷനെ ഈ y is equal to mx plus c എന്ന ഫോമിലേക്ക് മാറ്റണം. മാറ്റിയിട്ട് സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് ഇതിന് ഈക്വൽ ആണെങ്കിൽ, അതായത് രണ്ട് സ്ലോപ്സും ഈക്വൽ ആണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ ഈ കേസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇക്വേഷൻ -4y equal to -x -7. So 4y is equal to x plus 7, y is equal to 1 by 4x plus 7 by 4. Here m is equal to, let us mark as m1 and c1. Here m2 is equal to 1 by 4 and c2 is equal to 7 by 4. അപ്പോൾ ഇവിടെ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസിന്റെയും സ്ലോപ്പ് m1 ഉം m2 ഉം എന്താണ്, സെയിം ആണ്. അപ്പം കണ്ടീഷൻ കേസ് ഇതാണ്, ഈ കേസ് ആണ്. അതായത് ഈ രണ്ട് ടാൻജൻസും സർക്കിളിന് പാരലൽ ആണ് എന്നാണ് ഇത് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ
അപ്പം സർക്കിൾസ് ടാൻജൻസ് രണ്ടും പാരലൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഫസ്റ്റ് നമ്മൾ y is equal to mx plus c എന്ന ഫോമിലേക്ക് ഈ രണ്ട് സ്ട്രേറ്റ് ലൈൻസിന്റെ ഇക്വേഷനെ കൺവേർട്ട് ചെയ്തു. സ്ലോപ്സ് ഈക്വൽ ആണെന്ന് മനസ്സിലായി. സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ രണ്ട് ടാൻജൻസും എന്തായിരിക്കും? സർക്കിളിന് പാരലൽ ആയിരിക്കും. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. നമുക്കറിയാം റേഡിയസ് ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പം സർക്കിളിന്റെ റേഡിയസ് കാണണമെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ഏതൊക്കെയാണെന്ന് നമ്മൾ തിങ്ക് ചെയ്യണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഏരിയ വേണം, അല്ലെങ്കിൽ പെരിമീറ്റർ വേണം, അല്ലെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻസ് വേണം, അല്ലെങ്കിൽ സർക്കിളിന്റെ സെന്ററും ഒരു പോയിന്റ്സ് ഓൺ ദ സർക്കിൾ വേണം. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് റേഡിയസ് സാധാരണ നിലയിൽ കണ്ടുപിടിക്കാൻ പറ്റൂ. പക്ഷെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് വെറും രണ്ട് കാര്യം മാത്രമാണ്. രണ്ട് സ്ട്രേറ്റ് ലൈൻസിന്റെ ഇക്വേഷൻ ആണ്. അപ്പം ഇതിൽ നിന്ന് എങ്ങനെ റേഡിയസിലേക്ക് എത്താമെന്നുള്ളതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് എങ്ങനെ രണ്ട് സ്ട്രേറ്റ് ലൈൻസിന്റെ ഇക്വേഷൻ ഡിസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോർമുലാസ്, അതിനെ പറ്റിയിട്ടാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അപ്പം നമുക്കറിയാം ഒരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രേറ്റ് ലൈൻസിലേക്കുള്ള ഇക്വേഷൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഗിവൺ പോയിന്റും ഒരു സ്ട്രേറ്റ് ലൈൻസും തന്നാൽ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ ഫോർമുലാസ് ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് പാരലൽ സ്ട്രേറ്റ് ലൈൻസിനിടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് ഫോർമുല ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഈ രണ്ട് സ്ട്രേറ്റ് ലൈൻസ് തമ്മിൽ ഈ പാരലൽ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഈ സർക്കിളിൽ സെയിം ഇക്വേഷൻ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഫോർമുല ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സി ഇവിടെ ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പാരലൽ ലൈൻസ്. രണ്ട് സ്ട്രേറ്റ് ലൈൻസ്, സപ്പോസ് y is equal to mx plus c1 and y is equal to mx plus c2. ഈ രണ്ട് സ്ട്രേറ്റ് ലൈൻസ് പാരലൽ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. സ്ലോപ്പ് സെയിം ആണ്. ഓക്കെ, ഓൺലി ഡിഫറൻസ് ഈസ് y intercept. See, y intercept only c1 equal to 3/4 and c2 equal to 7/4. ഇത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് അപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ these two parallel lines d is equal to we have one formula നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. c1 minus c2 modulus of c1 minus c2 divided by root 1 plus s square. ഇതാണ് രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല. അപ്പം ഈ രണ്ട് ടാൻജൻസും പാരലൽ ലൈൻസ് ആണ് ഇവിടെ. അപ്പം ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. ഇനി എന്തിനാണ് നമ്മൾ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്? ബിക്കോസ് സി ഹിയർ നമുക്ക് ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പം ഈ ലൈനിനും ഈ ടാൻജന്റിനും സർക്കിൾ ടാൻജന്റ് ആണെങ്കിൽ സർക്കിള് നമുക്ക് ഇങ്ങനെ മാത്രമേ വരക്കാൻ പറ്റൂ. നമുക്ക് സർക്കിള് ഇതിന്റെ ഉള്ളിലാക്കി വരക്കാൻ പറ്റില്ല, ഇതിന്റെ പുറത്താക്കി വരക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ടാൻജൻസിന്റെ പ്രോപ്പർട്ടി ആണ് ടാൻജന്റ് എക്സാക്ട്ലി ടച്ച് അറ്റ് വൺ പോയിന്റ്. സി ഓൾസോ ദിസ് ടാൻജന്റ് ഓൾസോ ടച്ച് എക്സാക്ട്ലി അറ്റ് വൺ പോയിന്റ്. ടാൻജന്റ് ഒരിക്കലും ഒരു സർക്കിളിനെ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ കട്ട് ചെയ്യില്ല. എക്സാക്ട്ലി അറ്റ് വൺ പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. ഓൾസോ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, if we draw a normal at the point of intersection between tangent and circle,
this normal always passes through the center of the circle. അതായത് ഒരു ടാൻജൻസിന്റെ നോർമലി വരച്ചാൽ അത് എപ്പോഴും സർക്കിളിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യും. അങ്ങനെ ഒരു തിയറം കൂടി നിങ്ങൾ സർക്കിൾസിൽ പഠിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ പ്രീവിയസ് ക്ലാസ്സസിൽ. അപ്പം ഈ രണ്ട് തിയറിയാണ് ഇവിടെ ഈ ഡിസ്റ്റൻസ് നമുക്ക് സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ ഉപയോഗപ്പെടുന്നത്. അപ്പം നമുക്കറിയാം ഈ നോർമലി എന്തായാലും സെന്ററിൽ കൂടെ പാസ് ചെയ്യും. അപ്പം സെന്റർ ലൈ ചെയ്യുന്നത് ഈ ലൈൻസിൽ എവിടെയായിരിക്കും. പക്ഷെങ്കിൽ സെയിം ഈ നോർമലും കൂടെ ഈ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് സെയിം ടൈമിൽ ഈ സർക്കിള് രണ്ട് ലൈൻസിനും പാരലൽ ആകുന്നത് കൊണ്ട് നമുക്ക് സർക്കിൾ ഇങ്ങനെ മാത്രമേ വരക്കാൻ പറ്റൂ. അപ്പം ഈ ലൈൻസിൽ എന്തുണ്ട്, സംവർ എക്സാക്ട്ലി അറ്റ് ദ ബിറ്റ്വീൻ മിഡ് പോയിന്റിൽ സെന്റർ ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് പറയാം കോഡ് പാസിംഗ് ത്രൂ ദ സെന്റർ ഇസ് ഈക്വൽ ടു ഡയമീറ്റർ. അപ്പം ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും സർക്കിളിന്റെ ഡയമീറ്റർ, ബിക്കോസ് സെന്റർ ലൈസ് ഓൺ ദിസ് ലൈൻ സെഗ്മെന്റ്. സോ ദിസ് ഈസ് ദ കോഡ്. ജസ്റ്റ് മാർക്ക് AB. AB passes through the center. Chord passing through the center is called diameter. So നമുക്ക് ഈ ഫോർമുല വെച്ച് കിട്ടുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സർക്കിളിന്റെ ഡയമീറ്ററിന് ഈക്വൽ ആയിരിക്കും. അപ്പം ഈ കണ്ടുപിടിച്ച റേഡിയസ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്, റേഡിയസ് R is equal to D/2 D/2. In this case D is equal to distance between, so D/2, so that is equal to 1/2 into modulus of C1 minus C2 divided by root 1 plus S square. Just substitute this C1 equal to 3/4 and C2 equal to 7/4. M we know, M 1/4. Okay, then we get 1/2 into modulus of C1 here 3/4, 3/4 minus C2 here 7/4, 7/4 divided by root of M is equal to 1/4. M is same, 1/4 whole square. So on solving we get 1/2 into, this is minus 4/4 divided by root 17/16. Okay, we can cancel here, then simplify into root of 16/17. Okay, then 1/2 root 16 equal to 4, so 4/root 17 can cancel, so answer is 2/root 17. So 2/root 17 is the right answer. We can choose from the option. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് രണ്ട് ടാൻജൻസ് പാരലൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ട് റിലേറ്റ് ചെയ്യണം. അപ്പം തന്നിട്ടിരിക്കുന്ന കണ്ടീഷൻസ് പാരലൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. M1 = M2 പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്തു. അത് വെച്ചിട്ട് നമ്മൾ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ സർക്കിള് രണ്ട് പാരലൽസിനും ലൈൻസിനും ടാൻജന്റ് ആണെങ്കിൽ ആ ഡിസ്റ്റൻസ് must be equal to diameter of the circle. So from that relation we get the value of radius. Okay, I think you have understood, okay, this concept and different cases of tangents, how we can make different two tangents to given circle. Okay.